വാലിഡേഷൻസ് എടുക്കുക, ഫീഡ്ബാക്സ് എടുക്കാണ്ടിരിക്കുക. അതായത് നമ്മൾ അഭിപ്രായം ചോദിക്കുമല്ലോ. ഞാനിപ്പോൾ ഒരു കമ്പനി തുടങ്ങാനുള്ള ഒരു ഐഡിയ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ അതിനോട് അഭിപ്രായം ചോദിക്കും ആൾക്കാരോട്. ഇതെങ്ങനെയുണ്ട് ചോദിക്കും. ഒരാൾ നല്ലത് പറയില്ല, എഴുതി വെച്ചാൽ നല്ലത് പറയില്ല. കാരണം ഒരാൾ വളരുന്ന മറ്റാൾക്ക് ഇഷ്ടാവില്ല. നമ്മൾ ക്ലോസ് ഉമ്മയിപ്പി അല്ലാത്തത് ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്സിനോട് ആയിക്കോട്ടെ, ഫാമിലീസിലുള്ള ഒരാൾ ചോദിച്ചാൽ അവരെന്താ പറയാ, കമ്പനിയൊക്കെ തുടങ്ങൽ ഇടങ്ങാറാണ് മോനെ, ഇടങ്ങാറ്, നമുക്ക് വല്ല പണിക്കും പോയാൽ പോരെ, എന്തിനാ കമ്പനി തുടങ്ങണം. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീഡ്ബാക്ക് ചോദിക്കുക, അതിന്റെ പകരം വാലിഡേഷൻ ചോദിക്കുക. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ട്, അതിൽ ഇങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ, ഇത് ഏത് ചെയ്യുന്ന ബെറ്റർ എന്ന് വാലിഡേഷൻ ചോദിക്കുക. അത് ഫീഡ്ബാക്ക് അല്ല, അത് വാലിഡേഷൻ എടുക്കല. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ, ഇപ്പൊ ഞാൻ മൂപ്പരോട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു കമ്പനിയുടെ ഒരു ഐഡിയ ഉണ്ട്, ഞാൻ അത് ഇങ്ങനെ തുടങ്ങാനുള്ള ഒരു പ്ലാൻ, അത് ഇത് തുടങ്ങണം അതിൽ മൂപ്പര് ഒപ്പീനിയൻ പറയും. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് തുടങ്ങണം ബെറ്റർ. ദാറ്റ് ഇസ് വാലിഡേഷൻ. അത് ഫീഡ്ബാക്ക് അല്ല. അതായത് നമ്മളെ അടുത്തുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഉറപ്പ് വരുത്തുക. ഫീഡ്ബാക്ക് ചോദിച്ചാൽ നെഗറ്റീവാ. നമ്മളെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാർ എന്ത് പറയും, അടിപൊളി മോനെ, എന്ത് ചിലപ്പോൾ 5 പൈസ കഴിയാത്ത ഐഡിയ കാരണം. ഫീഡ്ബാക്ക് നമ്മൾ ഒപ്പമുള്ള ആൾക്കാരോട്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഇവളോട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇവിടെ പറയും, എൻ്റെ മോനെ സൂപ്പർ, കിഡിലൻ സംഭവം, 5 പൈസ കണ്ടാവില്ല ഐഡിയ. ഇനി നേരെ മറിച്ച് എന്നെ തീരെ ഇഷ്ടമില്ലാത്ത ഒരാള്, പക്ഷെ എനിക്കറിയില്ല അവർക്ക് എന്നോട് വെറുപ്പാണെന്നുള്ളത്. ഞാൻ ആളോട് ചോദിക്കുകയാണ്, ഈ ഐഡിയ എങ്ങനെയുണ്ട്? ആൾ പറയും, അടിപൊളി ഐഡിയ, കിഡിലൻ ഐഡിയ, അയക്കോ വയ്ക്കോ, പോയി പേടാ ചെങ്ങയെ, ഈ മൂടാ. അപ്പോൾ ഫീഡ്ബാക്സ് എടുക്കാണ്ട് ഓവർ മെന്റേഴ്സിന്റെ അടുത്തുനിന്നോ അതല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ ഭയങ്കര നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രം ഫീഡ്ബാക്സ് എടുക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള റീസൺ അല്ലെങ്കിൽ കമ്പനി തുടങ്ങാനുള്ള അവർ ഹോൾഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ്ബാക്സ് കിട്ടുന്നതുകൊണ്ടാണ്. ഫീഡ്ബാക്സ് നെഗറ്റീവായിട്ട് കിട്ടും, അപ്പൊ തളരും. ഓരോ ഫീഡ്ബാക്സ് കിട്ടും. വാലിഡേഷൻസ് എടുക്കുക മാക്സിമം.